ഹലോ ഫ്രണ്ട്സ്, ലൈഫ് ലൈറ്റ് സ്റ്റുഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു നോർമൽ മാപ്പ്, ഒരു നോർമൽ മാപ്പ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നോർമൽ മാപ്പ് പണ്ടൊക്കെ നമ്മൾ ബം മാപ്പായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ബം മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു ബം മാപ്പാണ് നോർമൽ മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതൊരു ടെക്സ്ചർ ഡൗൺലോഡ് ചെയ്യുമ്പോഴും നമുക്ക് എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ PBR ടെക്സ്ചേഴ്സ് യൂസ് ചെയ്യുമ്പോഴും അതിൽ നോർമൽ മാപ്പ് അവൈലബിൾ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ നോർമൽ മാപ്പ് നമുക്ക് തന്നെ എങ്ങനെ ജനറേറ്റ് ചെയ്ത് എടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ നോർമൽ മാപ്പ് എന്ന് പറയുമ്പോൾ നോർമൽ മാപ്പ് നമുക്ക് ബം മാപ്പിനേക്കാളും കൂടുതൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മാപ്പാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാം എന്നുള്ളത് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ടെക്സ്ചേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. സോ ഏതൊരു ടെക്സ്ചർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ആ ടെക്സ്ചർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഫിൽറ്ററിന് അടിയിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ 3D എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അവിടെ ജനറേറ്റ് ബം മാപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ജനറേറ്റ് നോർമൽ മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ നോർമൽ മാപ്പിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരും, കണ്ടോ. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ബ്ലർ, ഡീറ്റെയിൽ സ്കെയിൽ, ഇൻവേർട്ട് ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എത്ര ഡീറ്റെയിൽ വേണം എന്നുള്ളത് നമുക്ക് ഈ സ്കെയിൽ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഡീറ്റെയിൽസ് നമുക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കൊടുക്കുന്ന ടെക്സ്ചർ ഏതാണ്, അതിന് എത്ര ഡീറ്റെയിൽ വേണം, അത് എത്ര ബം മാപ്പ് അത് കാണിക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബ്ലർ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു എന്താ പറയുക, വളരെ ഷാർപ്പായിട്ടുള്ള എഡ്ജസൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് കുറച്ചും കൂടി ബ്ലറി ആയിട്ട് സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫിനിഷ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യാം ഏത് ടൈപ്പ് ഓഫ് ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. അതേപോലെ മറ്റൊരു ഓപ്ഷനാണ് ഇവിടെ ഇൻവേർട്ട് ഹൈറ്റ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് ഇൻവേർട്ട് ഹൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ നേരെ അത് ഫ്ലിപ്പ് ചെയ്ത് വരും. ഓക്കെ, അത് ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്ത് കാണിക്കുക. അതായത് അകത്ത് എക്സ്ട്രൂഡായി നിൽക്കുന്നത് പുറത്തേക്ക് നിൽക്കുന്നത് നേരെ എക്സ്ട്രൂഡായിട്ട് അകത്തേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഓക്കെ കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഫയലിൽ പോയിട്ട് സേവ് കോപ്പി കൊടുത്തിട്ട് നമുക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ JPEG ആയിട്ടോ മറ്റ് ഫോർമാറ്റ്സ് ആയിട്ടോ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഏതൊരു മാപ്പ് എടുത്താലും അവിടെ ഒരു ബ്രിക്ക് മാപ്പ് ഉണ്ട്. ഇപ്പോൾ ഈ ബ്രിക്ക് മാപ്പ് നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് 3Dയിൽ പോവാം. അതേപോലെ തന്നെ ജനറേറ്റ് നോർമൽ മാപ്പ് എടുക്കാം. അതേപോലെ നമുക്ക് ഈ ബ്രിക്കിൻ്റെ നമുക്ക് അതേപോലെ തന്നെ കണ്ടോ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ ഇത് ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നിയുകൊണ്ടാണ് ജസ്റ്റ് ഇട്ടത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നമ്മളെ കമൻറ്റിൽ പറയാം. അപ്പോൾ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അതുവരേക്കും താങ്ക് യു സോ മച്ച്.